കോട്ടയം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടം ഇടിഞ്ഞു വീണ് ഒരാൾ മരിച്ചു. തലയോലപ്പറമ്പ് സ്വദേശിയായ ബിന്ദുവാണ് മരിച്ചത്. മകളുടെ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി എത്തിയതായിരുന്നു ബിന്ദുവും ഭർത്താവും. കെട്ടിടം തകർന്നു വീണ് 2.5 മണിക്കൂർ നീണ്ട തിരച്ചിലിന് ശേഷമാണ് ബിന്ദുവിനെ കണ്ടെത്തുവാനായത്. അപ്പോഴേക്കും ബിന്ദു മരിച്ചിരുന്നു. തകർന്നു വീണ കെട്ടിടത്തിലെ ശുചിമുറിയിൽ കുളിക്കാൻ പോയതായിരുന്നു ഇവരെന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ പറയുന്നത്. നമ്മൾ അടച്ചിട്ടിരുന്ന താഴത്തെ ടോയ്ലറ്റിന്റെ ഭാഗമാണ് അവിടെ ഇപ്പോൾ ഇടിഞ്ഞു വീണതായിട്ട് കാണുന്നത്. 2 പേർക്ക് പരിക്കുണ്ടെന്നാണ്. സാരമായ പരിക്ക്, വളരെ സാരമായ പരിക്കില്ല എന്നുള്ളത് കാണുന്നു. പക്ഷെ എന്താണെന്നുള്ളത് പരിശോധിക്കട്ടെ. കോട്ടയം മെഡിക്കൽ കോളേജിൽ ആശുപത്രി കെട്ടിടം തകർന്ന് ഒരു സ്ത്രീ മരിച്ചെന്ന അങ്ങേയറ്റം സങ്കടകരമായ വാർത്ത വരുന്ന മണിക്കൂറാണ്. ചികിത്സയിലുള്ള മകളുടെ കൂട്ടിരിപ്പിനെത്തിയ തലയോലപ്പറമ്പ് സ്വദേശി ബിന്ദുവാണ് മരിച്ചത്. അപകടമുണ്ടായ 2.5 മണിക്കൂറിന് ശേഷമാണ് മൃതദേഹം പുറത്തെടുത്തത്. അപകട സ്ഥലത്തെ രക്ഷാപ്രവർത്തനം വൈകിയിട്ടുണ്ട്. മന്ത്രിമാരടക്കം പറഞ്ഞതുപോലെ തന്നെ ആളൊഴിഞ്ഞ കെട്ടിടമായിരുന്നു. പക്ഷേ അവിടെ ആളുകൾ എങ്ങനെ എത്തിയെന്ന ചോദ്യം അത് അങ്ങനെ തന്നെ ഉയർന്നു നിൽക്കുന്നു. അങ്ങനെ ആളൊഴിഞ്ഞ കെട്ടിടമായതുകൊണ്ട് തന്നെ നിസ്സാരമായി പരിക്കേറ്റ 2 പേർ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ, മറ്റാരും ഉണ്ടായിരുന്നില്ലെന്ന കോൺഫിഡൻസോടുകൂടിയുള്ള 2 മന്ത്രിമാരുടെ പ്രതികരണം അത് ഈ ദുരന്തത്തിന്റെ രക്ഷാപ്രവർത്തനത്തിന്റെ വേഗത്തെ ലഘൂകരിച്ചോ എന്ന ചോദ്യം കൂടി ഉയരുന്ന മണിക്കൂർ കൂടിയാണ്. അധികൃതരുടെ അനാസ്ഥയാണ് ദുരന്തത്തിന് കാരണമെന്ന് ആരോപിച്ച് പ്രതിഷേധം ശക്തമാണ്. MLA-മാരായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ചാണ്ടി ഉമ്മൻ അടക്കമുള്ളവർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. സമ്പൂർണ്ണ പരാജയമായ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്ന് BJP നേതാവ് രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടിട്ടുണ്ട്.